الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഈ സമയത്തും സന്ദർഭത്തിലും ഈ പ്രഭാതത്തിൽ ഇവിടെ ഒത്തുചേരുവാനും ഏറ്റവും സന്തോഷവും ആഹ്ലാദവുമുള്ള ഇസ്ലാം നിർബന്ധമാക്കിയ ഒരു നല്ല കാര്യത്തിന് സാക്ഷികളാകാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. കൊല്ലർത്തിങ്കൽ യാസിർ അബ്ദുസലാം സാഹിബിൻ്റെ മകൻ യാസിറും ഈ വീട്ടുകാരനായ മുജീബ് സാഹിബിൻ്റെ മകൾ നാഫിഹ മുജീബും തമ്മിലുള്ള വിവാഹമാണ്. ഒരു സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കുന്നത്. വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ ഇത്തരമൊരു സംസാരം നിർബന്ധമല്ല. അഥവാ ഇവിടെ ഒരു ഖത്തീബ് എത്തിയില്ല എന്ന് കരുതുക, ആകെ പ്രശ്നമായി, ഖത്തീബ് എത്തിയില്ല എന്നാൽ പിരിഞ്ഞു പോകാം, അങ്ങനെയൊന്നില്ല. മറിച്ച് വധുവിൻ്റെ പിതാവ് സംരക്ഷണ അവകാശം വരനെ ഏൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തിരിക്കുമെന്ന് പറയുകയും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിക്കാഹായി. പിന്നെ എന്തിനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്? എല്ലാ നിക്കാഹുകളിലും എന്തിനാണ് ഒരു സംസാരം? അത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ഉത്തമമായ മാതൃക. മഅസൂം, പാപസുരക്ഷിതനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം നമ്മെക്കാൾ, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും റസൂലുള്ളാഹിയെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല തന്നെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അഥവാ റസൂലുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ. സഹോദരീ സഹോദരന്മാരെ, നമ്മളൊക്കെ മയ്യത്ത് നമസ്കരിക്കാറുണ്ട്. നമസ്കാരത്തിൻ്റെ പേരെന്താ? മയ്യത്ത് നമസ്കാരം. ആ മയ്യത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ തക്ബീറിൽ നമ്മൾ ഹംദ് പറയും. ആ മയ്യത്ത് നമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ച റബ്ബിനുള്ള സ്തുതി. അത് കഴിഞ്ഞ് ഒന്നാമത്തെ ദുആ മയ്യത്തിനല്ല, മറിച്ച് ആ മയ്യത്ത് നമസ്കാരം നമുക്ക് പഠിപ്പിച്ച, ആ മുമ്പിൽ നിൽക്കുന്ന മയ്യത്തായി കിടക്കുന്ന ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ നമുക്ക് സ്നേഹമുള്ള ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലണം. അതിനും ശേഷം മൂന്നാമത്തെ തക്ബീറിലാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ ഒത്തുചേരുന്ന സന്ദർഭത്തിൽ ഏത് വിഷയത്തിലാണോ ആളുകൾ ഒത്തുചേർന്നത്
വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാന്ദർഭികമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. ആ സുന്നത്ത് കിട്ടാൻ, ആ നടപടിക്രമം പാലിക്കാനാണ് അല്പസമയം നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. വിവാഹം എന്നത് ഇസ്ലാമിൽ നിർബന്ധമാണ്. 3 ആളുകൾ ഒരു തീരുമാനമെടുത്തു. പരലോകമാണല്ലോ ഏറ്റവും പ്രധാനം, ദുനിയാവാകട്ടെ നിസ്സാരമാണ്. അതുകൊണ്ട് 3 ആളുകളിൽ ഒരാളെടുത്ത തീരുമാനം, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ കുറേ പ്രശ്നങ്ങളായി, കുട്ടികളായി, സമയം നഷ്ടപ്പെടുമല്ലോ ഇബാദത്തിനുള്ള. അതുകൊണ്ട് ഞാൻ വിവാഹം അതൊക്കെ പരലോകത്തെത്തിയിട്ട് മതി. 3 ആളുകളിൽ ഒരാളെടുത്ത തീരുമാനം ഇതായിരുന്നു. നമുക്ക് എന്ത് തോന്നുന്നു? എന്നാൽ ഈ തീരുമാനം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോൾ ചുണ്ടനങ്ങണം, സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തീരുമാനം കേട്ടപ്പോൾ ഈ 3 ആളുകളെ കുറിച്ച് പറഞ്ഞു, ഫലൈസ മിന്നി, ആ തീരുമാനമെടുത്തവർ നമ്മിൽപ്പെട്ടവരല്ല. ആരാ നമ്മിൽപ്പെട്ടവരല്ലാത്തവർ? ഇബാദത്തെടുക്കാൻ വേണ്ടി വിവാഹം ഒഴിവാക്കിയ വ്യക്തി ഉൾപ്പെടെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടികളുമുണ്ട്, എന്നേക്കാൾ വലിയ തെക്കുവള്ള ഒരാൾ ഇവിടെ വേണ്ടെന്നർത്ഥം. അപ്പൊ സഹോദരങ്ങളെ, തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വീടും നാടും ഒക്കെ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കലല്ല. വീടുണ്ടായിരിക്കെ, ഭാര്യ ഉണ്ടായിരിക്കെ, മക്കൾ ഉണ്ടായിരിക്കെ സുബൈക്ക് പള്ളിയിലെത്തണം. പ്രതിസന്ധികൾ ഉണ്ടായിരിക്കെ ദീനനുസരിച്ച് ജീവിക്കണം. പ്രകൃതിപരമാണ് ഇസ്ലാം. അതുകൊണ്ട് വിവാഹം ഇസ്ലാം നിർബന്ധമാക്കി. എന്ന ആയത്തിലൂടെ മാതാപിതാക്കളുടെ മാത്രം ബാധ്യതയല്ല. പ്രായപൂർത്തിയായ വിവാഹപ്രായമെത്തിയ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന്റെ ഉത്തരവാദിത്തം ആ സമൂഹത്തിന് മൊത്തമാണ്. അത്രയും പ്രാധാന്യമാണ് വിവാഹത്തിന് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിവാഹം എന്നത് ആദ്യമായി വിവാഹിതരാകുന്ന 2 പേരുടെ സ്വർഗം ഉറപ്പിക്കുന്ന ഏർപ്പാടാണ്, നരകരക്ഷ ഉറപ്പിക്കുന്ന ഏർപ്പാടാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാൻ, നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്താൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ദീൻ പൂർണ്ണമാകാൻ. ഒരു വ്യക്തിയുടെ ദീൻ, മതം, ഇസ്ലാം അത് പൂർണ്ണമാകുന്നത് വിവാഹത്തിലൂടെയാണ്. അപ്പോൾ എന്തിനാ ഇവിടെ വിവാഹം നടക്കുന്നത്? ഈ 2 പേരുടെ ദീൻ പൂർത്തിയാക്കാൻ, അവർക്ക് ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും വരാതെ അവർ സുരക്ഷിതരാകുന്നതിന് വേണ്ടിയാണ് വിവാഹം. വിവാഹത്തിന്റെ ലക്ഷ്യം എന്താ? സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് ശാന്തി അടയാൻ, സമാധാനം അടയാൻ. അഥവാ വിവാഹം എന്നത് നോക്കൂ, അതൊരു വലിയ ആയത്താണ്, വലിയ ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. അതെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നത്. ഇന്നലെ വരെ പരിചയമില്ലാത്ത 2 കുടുംബത്തിലെ 2 വ്യക്തികൾ, അവർ അന്യരാണ് ഈ വിവാഹം നടക്കുന്നത് വരെ. ആ അന്യരായ വ്യക്തികൾ വിവാഹമാകുന്ന ഒരു കരാറിലൂടെ വളരെ ചെറുപ്പത്തിൽ മൂത്രമൊഴിപ്പിച്ച, മലം വൃത്തിയാക്കി കൊടുത്ത ഉമ്മയോട് പറയാത്ത കാര്യം, ഉപ്പയോട് പങ്കുവെക്കാത്ത കാര്യം വിവാഹിതരാകുന്നതോടുകൂടി അവരെല്ലാം തുറന്നു പറയുന്ന അഭേദ്യമായ ബന്ധത്തിലെത്തുന്നു. വമിൻ ആയാതിഹി, അത് പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ആ വിവാഹത്തിന്റെ ലക്ഷ്യം സമാധാനമാണ്, ശാന്തിയാണ്. പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോൾ പ്രതിസന്ധികൾ, പ്രയാസങ്ങളെല്ലാം വരും. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ, എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ, തുറന്നു പറയാൻ ഒരു ഇണ, അതാണ് ഇസ്ലാം വെക്കുന്നത്. ഈ സങ്കല്പം ശരിയാം വിധം മനസ്സിലാക്കിയാൽ ലഹരിയിലേക്ക് ഒരു ഭർത്താവും ഒരു ഭാര്യയും പോകേണ്ടതില്ല. ജീവിതമാണ് ലഹരി, വിവാഹ ജീവിതമാണ് ലഹരി, വീട്ടിലെത്തുന്നതോടുകൂടിയുള്ള സന്തോഷമാണ് ലഹരി. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം വീടിന് കൊടുത്ത പേര് ബിൽഡിംഗ് എന്നല്ല, മസ്കൻ എന്നാണ്. മസ്കൻ നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള വില്ലേജ് ഓഫീസ് 5 മണിക്ക് പൂട്ടും, സ്കൂൾ 4:30 പൂട്ടും, അതെല്ലാ ഓഫീസും പൂട്ടും. എന്നാൽ വീടാകുന്ന ഓഫീസ് അതൊരു ബിൽഡിംഗ് അല്ല, അത് സമാധാനത്തിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ഇസ്ലാം അങ്ങനെയാണ് വീടിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സമാധാനമുണ്ടാകാനാണ് വിവാഹം. അതുകൊണ്ടാണ് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. എന്നിട്ട് അവിടുന്ന് ലിസ്റ്റ് എണ്ണി, സമ്പത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, അതേപോലെ തന്നെ തറവാടിത്തത്തിന് വേണ്ടി, ദീനിന് വേണ്ടി. ഇത് 4ഉം എണ്ണിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ, നീ ദീനിന് പ്രാധാന്യം കൊടുക്കുക.
അപ്പോൾ വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന, ആള് നിസ്കരിക്കുവോ, പരലോകത്ത് പേടിയുണ്ടോ, സമൂഹത്തോട് ബാധ്യത ഉണ്ടോ, കള്ളു കുടിക്കുവോ? ഇതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. കാരണം സൗന്ദര്യം മാത്രം പരിഗണിച്ച് വിചാരിക്കാം, രണ്ടാളുകൾ പരസ്പരം കണ്ടു, വല്ലാതെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവളെ തന്നെ മതി, എനിക്ക് അവനെ തന്നെ മതി. പക്ഷെ വിവാഹം കഴിച്ചപ്പോ മനസ്സിലാക്കി ആളെ MDMA ഉപയോഗിക്കുന്ന ആളാണ്, ആയുസ് 10 കൊല്ലമേ ഉള്ളൂ, അപ്പോൾക്ക് ആള് ഡൗൺ ആയി പോകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇനി സൗന്ദര്യം മാത്രം പരിഗണിച്ചു, അവളൊരു പ്രസവം നടന്നു, അവളുടെ അപ്പോൾ കുറച്ച് ശരീരപ്രകൃതിയൊക്കെ ഒന്ന് മാറി, മൊഴിയെല്ലാം പറ്റുമോ? അപ്പൊ സൗന്ദര്യം മാത്രം പരിഗണിച്ചാൽ അത് എത്ര കാലം നിലനിൽക്കും സഹോദരങ്ങളെ? അതിന്റെ അർത്ഥം സൗന്ദര്യം പരിഗണിക്കേണ്ടത് ഇല്ലെന്നാണോ? അല്ല. ദീനുള്ള ഒരാണിനെ കിട്ടിയാൽ, ഒരു പെണ്ണിനെ കിട്ടിയാൽ വിവാഹം കഴിക്കണമെന്നില്ല. ആ ആളെ ഇഷ്ടപ്പെടണം. ഇസ്ലാം പ്രകൃതി മതമാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഒരു പെൺകുട്ടി വന്നൊരു സ്ത്രീ വന്നു, നബിയെ, എന്റെ വിവാഹം എന്റെ ഉപ്പ ഉറപ്പിച്ചിരിക്കുന്നു, എനിക്ക് അയാളെ തൃപ്തിയായിട്ടില്ല. റസൂലുള്ളാഹി വിവാഹം ക്യാൻസൽ ചെയ്തു. കാരണം ദീനുണ്ടായാൽ മാത്രം പോരാ, പരസ്പരം ആകർഷണം തോന്നുന്ന രൂപത്തിൽ ഇഷ്ടപ്പെടുകയും വേണം. ചില പെൺകുട്ടികൾ പറയുന്നു, എനിക്ക് വിവാഹം ഇപ്പൊ ഒന്നും വേണ്ട, കുറേ കഴിഞ്ഞിട്ട് മതി. വേറെ ചില കുട്ടികൾ പറയാൻ തുടങ്ങി, വിവാഹം തന്നെ വേണ്ട. ഇതെവിടുന്ന് കിട്ടിയതാ? ഇത് ലോകത്തുള്ള മുതലാളിത്ത സംസ്കാരങ്ങളിൽ നിന്ന്, ഇസ്ലാം വിരുദ്ധ സംസ്കാരങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഏറ്റവും പ്രധാനമാണ് സഹോദരിമാരെ, നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ദ്വാരക്കാൻ ഒരു മോനെ കിട്ടണ്ടേ? അതല്ലേ ചിന്തിക്കേണ്ടത്? എല്ലാ പെൺകുട്ടികളും എല്ലാ ആൺകുട്ടികളും ചിന്തിക്കേണ്ടത്, നമ്മൾ ഇവിടുന്ന് മരിച്ചുപോയാൽ നമുക്കൊരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ 3 കാര്യങ്ങൾ ബാക്കിയാകും. മൂന്നാമത്തത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. അട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച്, പടച്ചോനെ എന്റെ ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഒരു മോള് നമുക്കുണ്ടെങ്കിൽ, ഒരു മകൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ലോകത്തെ ഏതെങ്കിലും പെൺകുട്ടികൾ തീരുമാനിക്കുന്ന തീരുമാനം നമുക്ക് ബാധകമല്ല. നമുക്ക് ബാധകം വിവാഹപ്രായമെത്തിയോ എങ്കിൽ കണ്ണ് തെറ്റിപ്പോകാതിരിക്കാൻ, മനസ്സ് തെറ്റിപ്പോകാതിരിക്കാൻ, വ്യഭിചാരങ്ങൾ സംഭവിക്കാതിരിക്കാൻ വിവാഹം കഴിക്കുകയാണ് വേണ്ടത്. എന്നിടത്തേക്കാണ് നാം തിരിച്ചു വരേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല. ഇന്ന് പറയുന്നു ആണും പെണ്ണും സമമാകണം, എല്ലാവരും ഒരേ ഡ്രസ് ഇടണം. ശരി, എന്നിട്ട് ആർക്കെങ്കിലും സമാക്കാൻ പറ്റിയോ? ഇവിടെ അങ്ങനെ സമമാണെന്ന് പറയുന്നവരുടെ അവസ്ഥ കേന്ദ്ര മന്ത്രിസഭ എടുക്കൂ, കേരള മന്ത്രിസഭ എടുക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും മുനിസിപ്പാലിറ്റി എടുക്കൂ, ഗ്രാമപഞ്ചായത്ത് എടുക്കൂ. എത്ര സ്ത്രീകളുണ്ട് അവിടെ? പറയുന്നവരാദ്യം നടപ്പാക്കണ്ടേ? അത് സാധ്യമല്ല. ആണും പെണ്ണും സമമല്ലെന്ന് പറഞ്ഞതാരാ? ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനാ പറഞ്ഞത്. ആണ് പെണ്ണിനെ പോലെയല്ല. ഓരോന്നെടുത്തോളൂ, മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ, ഹോർമോൺ വളർച്ച, എല്ലിന്റെ വളർച്ച, എല്ലാം എടുത്താൽ സ്ത്രീകളുടേത് വേറെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലന്നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരം നൽകിയിരിക്കുന്നു. ഒരു കുടുംബത്തിന്റെ നേതൃത്വം ഇസ്ലാം പുരുഷനെ ഏൽപ്പിച്ചു. വലിയ പദവിയായിട്ട് ഇരുന്നാ പോരാ, അതിന് കാരണം പറഞ്ഞു. അള്ളാഹു ചിലരെക്കാൾ ഫദ്ല് നൽകി. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷൻ അവന്റെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വം പുരുഷനാണ്. ഒരാളുടെ ഭാര്യയ്ക്ക് ജോലി ഉണ്ട് എന്ന് വിചാരിക്കുക, ആ ജോലിയിൽ നിന്ന് അവളുടെ ഭക്ഷണത്തിന് അവൾ പണമെടുക്കണമെന്ന് നിയമപരമായി ബാധ്യതയില്ല. അവളുടെ വസ്ത്രത്തിനും അവൾ പറയാ, ഈ പൈസ ഒക്കെ ഞാൻ കരുതി വെച്ചിട്ട് ഒരു ഹജ്ജിന് പോകണം എങ്കിൽ അവളുടെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഭർത്താവ് എടുക്കണം. അതാ ചില ആൾക്കാർ പറയും, ഇസ്ലാമിൽ എന്താ സ്ത്രീകൾക്ക് പകുതി സ്വത്ത് പുരുഷന്മാർക്ക് ഇരട്ടി? ഇത് ശരിയല്ലല്ലോ, പഠിക്കടോ. ആ ആയത്ത് മാത്രം എടുക്ക്. ആ ആയത്തിൽ തന്നെ പറഞ്ഞു, പുരുഷന് നിയന്ത്രണാധികാരം കൊടുത്തപ്പോ പറഞ്ഞു മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷനാണ്. എന്നിട്ട് അധികാരം കൊടുത്തത്. എന്നിട്ടോ സ്ത്രീക്ക് പോക്കറ്റ് മണി പകുതി വേറെയും കൊടുത്തു. അവൾക്ക് യാതൊരു സാമ്പത്തിക ബാധ്യത, പക്ഷെ സമ്പത്ത് ഓഹരി വെക്കുമ്പോ പകുതി അവൾക്ക് കിട്ടും. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. പഠിക്കാത്തത് കൊണ്ടാണ് പലരും തെറ്റിദ്ധാരണയിൽപ്പെടുന്നത്. അതിനെന്ത് വേണം? നമ്മൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് റസൂലുള്ളാഹിക്ക് നേരെയുള്ള ആരോപണങ്ങളെ കുറിച്ച് പറഞ്ഞ് അതിന് കൃത്യമായി മറുപടി പറയണം. ഏതുവരെ? റസൂലുള്ളാഹിയെ കുറിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി തെറ്റായ വാചകങ്ങൾ വരെ. ഒരൊറ്റ ചോദ്യം,
റസൂലുള്ളാഹിയുടെ ഒന്നാമത്തെ വിവാഹം. ആ ഒന്നാമത്തെ വിവാഹത്തിൽ റസൂലുള്ളാഹിയേക്കാൾ 15 വയസ്സ് പ്രായം കൂടുതലുള്ള, നിലവിൽ 2 വിവാഹം കഴിഞ്ഞ കുട്ടികളുള്ള മഹദിയായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹി ആദ്യത്തെ വിവാഹം. ഹബീബിന്റെ വിവാഹത്തിൽ ഒരൊറ്റ കന്യക മാത്രമേ ഉള്ളൂ. എത്ര പേർക്കറിയാം? ഒരൊറ്റ കന്യക മാത്രം, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ റസൂലുള്ളാഹിയെ, ഇസ്ലാമിനെ നിന്ദിക്കുന്നവർക്കെതിരെ നമ്മൾ വൈജ്ഞാനികമായി പ്രതിരോധിക്കുകയാണ്, അല്ല ആക്രമിക്കുകയാണ് സഹോദരങ്ങളെ വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിവാഹം എന്നത് സ്ത്രീകൾക്കിടയിൽ ഇന്ന് വളർന്നു വരുന്ന, ഇന്ന് പാഠപുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്, ആണും പെണ്ണും സമാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, കുട്ടികളെ അടിച്ചു പൊടിച്ചോളി, നിങ്ങൾ ഈ മദ്രസ് പറയുന്നത് കേട്ടിട്ട് പരലോകമൊന്നുമില്ല, ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് കേൾക്കുക കുട്ടികള്. കുഴപ്പമില്ലാലോ. അപ്പൊ പിന്നെ മൈ ബോഡി മൈ ചോയ്സ്, മൈ ബോഡി മൈ ലൈഫ്, അത് ഞാൻ തീരുമാനിക്കും, വേറെ അതിലും ഇടപെടണ്ട. അപ്പോ ലഹരി കൂടി. എന്താ ലഹരി കൂടാൻ കാരണം? ഒരു ജീവിതമേ ഉള്ളൂ, ഞാൻ പിന്നെ ഉപയോഗിക്കുന്ന MDMA, ഒരു പ്രശ്നവുമില്ല. അപ്പോ സർക്കാർ എന്നെ ചെലവഴിച്ചു. ഇങ്ങനെ കുട്ടികളാകെ നാശാവാണല്ലോ, എന്നാ പിന്നെ ഒരു ബോധവൽക്കരണം. അടുത്ത പീരീഡ് വീഡിയോ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കുട്ടികളും കൊന്നു. MDMA ഉപയോഗിച്ചാൽ, മദ്യം കടിച്ചാലുള്ള തകരാറുകൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുകയാണ്. കിഡ്നി അടിച്ചു പോകും, തലച്ചോറിനെ ബാധിക്കൊക്കെ കണ്ടു. നിങ്ങൾ ഉപയോഗിക്കുമല്ലോ, ഞങ്ങൾ ഉപയോഗിക്കും. ഇമാതിരി അബദ്ധമൊക്കെ സംഭവിക്കും. ഈ MDMA ഉപയോഗിച്ചാൽ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഉപയോഗിക്കുന്നത്? അത് പ്രശ്നമല്ല, കഴിഞ്ഞ പീരീഡിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ നല്ല ജീവിതം അടിച്ചു പൊളിക്കന്നെ. ഇനി ഞങ്ങൾ മരിക്കാൻ നേരത്തെ ഇത്തിരി MDMA ഒന്ന് ഇട്ടിച്ചെന്നാൽ മതി, അത് ചെയ്തു തന്നാൽ മതി. ഏത് ജാഹിലിയ കാലത്ത് പറഞ്ഞല്ലോ, ഞങ്ങള് മരിക്കുന്ന നേരത്തെ ആ മുന്തിരിവല്ലിന്റെ താഴത്തൊന്ന് ഞങ്ങൾ വെച്ച് തരണം. ആ അവസ്ഥയിലാണ് എത്തിയത്. അതിന് ഇസ്ലാം പറയുന്നു പരിഹാരമുണ്ട്. രക്ഷപ്പെടുത്തണോ കുട്ടികളെ? പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ദൈവവിശ്വാസം, പടച്ചവനെ കുറിച്ചുള്ള ബോധം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ജീവിതമുണ്ട്, ഈ ജീവിതം നൽകിയ പടച്ചോൻ, ഇല്ലാത്തതിൽ നിന്നും ഉണ്ടാക്കിയ റബ്ബ്. ആകാശങ്ങളെ സൃഷ്ടിക്കാനാണോ പ്രയാസം? അതല്ല നിങ്ങളെ സൃഷ്ടിക്കാനാണോ പ്രയാസം? അതിനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ വറ്റി വരണ്ട ഭൂമിയിലേക്ക് മഴ പെയ്താൽ ഇപ്പൊ മഴ പെയ്തു, വറ്റി വരണ്ട ഭൂമി, ക്രിക്കറ്റിന്റെ പിച്ച്, ഫുട്ബോൾ ഗ്രൗണ്ട്, അവിടുന്ന് സസ്യം മുളച്ചു പൊന്തി. നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. എങ്കിൽ കമ്പിലെ ഈ നാറാത്തെ ഖബർസ്ഥാന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോ ഇവരൊക്കെ പിന്നെ എണീറ്റ് വരുമോ? സംശയിക്കണ്ട. വറ്റി വരണ്ട ഭൂമിയിൽ നിന്നും സസ്യങ്ങളെ മുളപ്പിക്കുന്ന റബ്ബ് പറഞ്ഞു, തീർച്ചയായും അതിനെ ജീവിപ്പിക്കുന്നവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. ഈ ബോധം കുട്ടികൾ അങ്ങോട്ട് കിട്ടണം. അത് സ്കൂളിൽ നിന്ന് കിട്ടൂലെങ്കിൽ മദ്രസയെ പഠിപ്പിക്കണം. മദ്രസയെ പഠിപ്പിച്ചാൽ പോരാ, അവർക്ക് ദീന് വേണ്ടത് ഒരു 15 വയസ്സോട് കൂടിയാ. അപ്പോൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും സോഷ്യോളജി മാത്രമായി പോകരുത്, കൊടുക്കണം. സീനിയർ മദ്രസകൾ, സിയാറികൾ, അതിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ജീവിതത്തിൽ സമാധാനവും ശാന്തിയും കിട്ടാനാണ് വിവാഹം. അത് കിട്ടാൻ ലഹരിയിലേക്കല്ല പോകേണ്ടത്. ലഹരി ഉപയോഗിച്ചവർ പിടിക്കപ്പെട്ടു. ലഹരി ഉപയോഗിക്കുമ്പോ, ലഹരിയിലൂടെ പണം കിട്ടിയപ്പോ ഇതെന്നാ വലിയ പരിപാടി. ഇപ്പൊ നാണം കെട്ട് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ. അതാ തെറ്റിന്റെ സ്ഥിതി. തെറ്റ് ചെയ്യും, ഇബ്ലീസ് പറയും വലിയ പരിപാടി കേട്ടോ. പിശാച് അവരുടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. അവസാനം കെണിപ്പെട്ട അവനിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നാം എല്ലാരും പറയാം, എന്റെ മോളെ ഞാൻ എന്താ ചെയ്യാ, എന്റെ മോൻ എന്താ ചെയ്യാ എന്ന് പേടിച്ച് നടക്കുകയാണ്. പേടിക്കണ്ട, പരിഹാരം കയ്യിലുണ്ട്. നമ്മൾ റമളാനിലൂടെ ആവർത്തിച്ചോദിയ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനാണ് പരിഹാരം. അതിന്റെ വിശദീകരണമായ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാകുന്ന സുന്നത്താണ് പരിഹാരം. ആ വിശുദ്ധ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് മാത്രമാണ് ഏക രക്ഷാമാർഗം. അല്ലാഹു നമ്മെ അതിൽ ജീവിപ്പിക്കുകയും അതിൽ തന്നെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആ ശരിയായ മാർഗത്തിലേക്ക് നമുക്ക് എത്തണം. സഹോദരങ്ങളെ, വിവാഹം നടക്കുമ്പോ വരനോടും വധുവിനോടും എല്ലാവരോടും അല്പം ചില കാര്യങ്ങൾ. വരനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് മീസാഖൻ ഗലീള എന്നാണ്, ശക്തമായ കരാർ. ആ ഖുർആൻ ആയത്ത് വിശദീകരിച്ചെടുത്ത് ഭാഷയിൽ നമുക്ക് കാണാം. ഗലീൽ എന്ന് പറഞ്ഞാൽ 2 ഇരുമ്പ് ദണ്ടുകൾ ഉരുക്കി ചേർത്തു. കൊല്ലന്മാരൊക്കെ ഉരുക്കി ചേർക്കും, എങ്ങനെ ഉണ്ടാവും? പിന്നെ അത് വേർപെടുത്താൻ കഴിയോ? അത്രയും ശക്തമായ കരാറാണ് വിവാഹം. ഇത് തമാശക്കളിയല്ല. ഞാൻ അത്ര ആലോചിച്ചില്ല, ഇങ്ങനെ ആലോചിച്ചില്ല, ഒന്നും ഇനി പറയാൻ പറ്റൂല.
എല്ലാ അന്വേഷണവും കഴിഞ്ഞു, കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. അതോടുകൂടി വിവാഹിതയാകുന്ന പെൺകുട്ടിയുടെ നാഫിയയുടെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ മുമ്പിൽ വെച്ച് പിതാവ് വരനെ ഏൽപ്പിക്കുന്നതോടുകൂടി മുഴുവൻ ഉത്തരവാദിത്വവും പിന്നീട് ഭർത്താവിനായി. അതുകൊണ്ട് ഇവിടെ യാസർ ഏറ്റെടുക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ഉത്തരവാദിത്ത കൈമാറ്റമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താ സ്ത്രീകളില്ലാത്തത്? ഇവിടെ എവിടെയും സ്ത്രീകളെ കാണുന്നത്? ഈ കസേരയിൽ എന്താ കുട്ടിന്റെ ഉമ്മാക്ക് ഇരുന്നൂടെ? ഇപ്പുറത്തെ കസേരയിൽ യാസറിന്റെ ഉമ്മാക്ക് ഇരുന്നൂടെ? എന്താ ഇവിടെ കാണാത്തത്? ഇസ്ലാമിൽ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ഇവർ പരസ്പരം കണ്ടു, വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ചു. ഇവിടെ സ്ത്രീകൾ വരേണ്ടതില്ല. കാരണം ഇവിടെ നടക്കുന്നത് ഒരു സംരക്ഷണ കൈമാറ്റം മാത്രമാണ്. യാസറിന് ഇവിടെ കയറി ഇരിക്കണമെങ്കിൽ, അബ്ദുസലാം സാഹിബിന് ഇവിടെ കയറി ഇരിക്കണമെങ്കിൽ എന്ത് വേണം? മോളെ സമ്മതം വേണം. ഉപ്പ നിക്കാഹ് നടത്തിക്കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ സംസാരിച്ചു, പരസ്പരം വീട്ടുകാർ പരസ്പരം കാണണം, അതൊക്കെ കഴിഞ്ഞു. ഇവിടെ നടക്കുന്നത് ഇപ്പൊ ചില ആൾക്കാർക്ക് തോന്നുക ഒരു പരിഷ്കരണം വേണം. വേദിയിൽ എന്താ പെണ്ണുങ്ങൾ വന്നാൽ അവിടെ വെച്ചാ മതി മനസ്സിൽ. ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വേണ്ട, ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വേണ്ട. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിക്കാഹ്, എത്ര നിക്കാഹ് റസൂൽ നടത്തി. ആ വേദിയിൽ പെണ്ണുണ്ടോ എങ്കിൽ നമുക്ക് പറ്റും? ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അവസാനം ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങും. അതുകൊണ്ട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സമ്പൂർണ്ണമാണ്. ചില പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരിക വഴി ദീനിനാണ് പരിക്കേൽപ്പിക്കുന്നത് എന്ന് ആ സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കണം. അപ്പോൾ വരനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് യാസർ ഏറ്റെടുക്കുന്നത്. അതേപോലെ തന്നെ നാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ദൗത്യം ഇന്നു മുതൽ. സ്വന്തം ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ബാധ്യത ഈ നിമിഷം മുതൽ ഭർത്താവിനോടായി മാറി. എടവണ്ണക്കടുത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഭാര്യ ക്യാൻസർ ബാധിച്ച് 36-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അങ്ങനെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നു. ഒരു സംസാരം ഉണ്ടാവല്ലോ, സാമ്പത്തിക ബാധ്യത. എൻ്റെ സുഹൃത്ത് മയ്യത്തെടുത്ത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയി, ഈ കിടക്കുന്ന ഭാര്യയുടെ വിഷയത്തിൽ ഞാൻ സംതൃപ്തനാണ്. അവൾ രക്ഷപ്പെട്ടില്ലേ? ഒരു ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിന്റെ വിഷയത്തിൽ ഭർത്താവ് പൂർണ്ണ സംതൃപ്തനാണെങ്കിൽ അവൾക്ക് സ്വർഗം കിട്ടാൻ അതുതന്നെ മതി, അതുതന്നെ മതി. വിളിച്ചാൽ എന്നല്ല വിളി കേൾക്കേണ്ടത്, ഓ എന്നാണ്. ഓമനത്തമുള്ള വിളി കേൾക്കൽ. ഒന്ന് നോക്കിയാൽ, ഒരു വിളി വിളിച്ചാൽ സന്തോഷം തോന്നുന്ന ഒരവസ്ഥയാണ് സഹോദരിമാരെ വേണ്ടത്. പലപ്പോഴും ഭർത്താക്കന്മാരുണ്ടായിരിക്കെ, കുടുംബജീവിതം ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് പെണ്ണുങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുന്നത്? ആരെ കാണിക്കാൻ? പെണ്ണുങ്ങൾ പുറത്തിറങ്ങേണ്ടതല്ല. ഞാനൊരു കല്യാണത്തിന് പോയി, അപ്പൊ അവര് പറഞ്ഞു ആ കുട്ടീനെ ഉമ്മാനെ കണ്ടിട്ട് മനസ്സിലാകാ. ഉമ്മെല്ലാം കൂടി ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരു പെൺകുട്ടീനെ മാതിരി അയക്കുന്നു. അപ്പൊ അത് ഈ ഉമ്മ ആരാന്ന് മനസ്സിലാൻ. എന്തിനാണിത്? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം കല്യാണ പുതുപ്പെണ്ണ് ശരീരത്തിൽ മൊത്തം ബ്യൂട്ടി പാർലറിൽ പോയി മുഴുവൻ സാധനങ്ങളും പരട്ടിയാൽ ഇന്ന് എങ്ങനെയാണ് ആ കുട്ടി ലോറസ്കരിക്കുക? ഒന്ന് പറഞ്ഞു തരണം നിങ്ങള്. ലോഹറിനതൊക്കെ ഒഴിവാക്കല, പിന്നെ വീണ്ടും ഭാര്യ തേക്കല, പിന്നെ അസറിന് വീണ്ടും ഇതൊക്കെ ഒഴിവാക്കല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിസ്കാരമൊന്നും പ്രശ്നമല്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം പ്രശ്നമല്ലേ? ഈ രണ്ട് കുടുംബങ്ങൾ, ഈ രണ്ട് മാതാപിതാക്കൾ എത്ര കാലം പടച്ചോനെ എന്റെ മോൾക്ക്, പടച്ചോനെ എന്റെ മോന്, ആ ദുആ പടച്ചോൻ സ്വീകരിച്ചു. എന്നിട്ട് നന്ദി നിസ്കാരല്ല. ഇതാണോ നന്ദി വേണ്ടത്? അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒന്ന് ദുഹറിന് ഒരു 2 സെക്കൻഡ് അധികം പടച്ചോനെ എന്റെ ദുആ സ്വീകരിച്ച് ഒന്ന് കൈയൊരുത്തി, 2 കണ്ണുനീർ വരേണ്ട ദിവസമാണിത്. ഇന്ന് ഇസ്ലാമിന്റെ നിയമം എനിക്ക് ബാധകല്ല. ഇന്ന് പടച്ചോൻ കല്യാണം തന്നില്ലേ, ഇന്ന് ഇബ്ലീസ് ഈ സന്തോഷിച്ചോ എന്ന് പറയേണ്ട ദിവസമല്ല വിവാഹ ദിവസം. നമ്മൾ ചിന്തിക്കണം. ചില സ്ഥലത്ത് വിവാഹത്തിന് ക്ഷണിച്ച് നമ്മൾ ചെന്നാല് ക്ഷണിച്ച ആൾക്കാരും എല്ലാം മൂത്ത് നോക്കാൻ വെക്കും. കണ്ടോ, കല്യാണപ്പുരയിൽ മനുഷ്യന്മാരെ മൂത്ത് നോക്കാൻ പറ്റൂല. മുട്ടും പാട്ടും വെടിയുണ്ടയായിട്ട് എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയില്ല. അൽഹംദുലില്ലാ അവിടെ അങ്ങനെ ഉണ്ടായില്ല. പാട്ടൊക്കെ പാടി വന്നു, അവിടെ നിർത്തി സലാം പറഞ്ഞ യാസർ കയറിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചില സ്ഥലത്ത് സഹോദരങ്ങളെ സലാം പറയാൻ പറ്റൂല. ഇങ്ങനെ സലാം പറയാ, ചാടി ഇതായി. ഇതെന്താണ്? പൂരപ്പറമ്പാ? ഇത് പൂരപ്പറമ്പല്ല, ഇത് വിവാഹ ദിവസമാണ്. വിവാഹം. ബാറക്കല്ലാഹു ലക്കുമാ വബാരക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇതാണ് ദുആ. അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ, രണ്ടുപേർക്കും ബറക്കത്ത് കൊടുക്കണേ, രണ്ടുപേരെയും നീ നന്മയിൽ ഒരുമിപ്പിക്കണമേ എന്ന് ദ്വാരക്കനായി ഈ മനുഷ്യന്മാര് മൊത്തം വന്നത്. പടച്ചോന്റെ തൗഫീക്ക് നഷ്ടപ്പെടുന്ന ഒന്നും ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ പാടില്ല.
തുള്ളിച്ചാടുന്ന കുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരോട് തുള്ളിച്ചാടണ്ടെന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പറഞ്ഞു കൊടുത്തിരുന്നോ? മഹല്ലിയോത്ത് പറഞ്ഞു കൊടുത്തിരുന്നോ? മദ്രസക്ക് സംഭാവന കിട്ടാൻ വേണ്ടി, പള്ളി ഉണ്ടാക്കാൻ വേണ്ടി വയല് നടത്തിയപ്പോ ഇക്കാര്യം പറഞ്ഞിരുന്നോ? അപ്പൊ കുട്ടികളെ മാത്രം കുറ്റം പറയണ്ട, അവർക്ക് ആ ഉത്ബോധനം കിട്ടണം. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹത്തിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും ഞാൻ എന്നൊരു വിവാഹത്തിന് ക്ഷണിച്ചു, ഞാൻ പറയുന്നത് ആദ്യം കൂടിയിരിക്കണം. നിങ്ങളിപ്പോ പിന്നെ ഭക്ഷണം കുറഞ്ഞോ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പ്ലേറ്റ് ഒക്കെ നിങ്ങൾ തീരുമാനിക്കല്ലോ. നമ്മൾ ഈ കല്യാണം നടക്കുമ്പോൾ പടച്ചോന് ഇഷ്ടമല്ലാത്ത വല്ലതും സംഭവിക്കാൻ സാധ്യത ഉണ്ടോ? രണ്ടുകൂട്ടരോട് ചർച്ച ചെയ്യുക. അത് ഓന്റെ കൂട്ടുകാര് മറ്റേ കൂട്ടുകാരൻ്റെ അടുത്ത് ഇപ്പം പോയിട്ട് ഭയങ്കരമായിട്ട് അടങ്ങാറാക്കിയിട്ട് അതിന് പ്രതികാരം ചെയ്യാൻ കാത്തിക്കുകയാണ്. അന്നേരേ അവിടെ അത് നടക്കൂല. അതൊക്കെ എപ്പോൾ പറയണം? അതൊക്കെ കല്യാണത്തിന് മുമ്പ് പറയണം, അല്ലെങ്കിൽ വിവാഹം താറുമാറാവും. ആ വീഡിയോ പിന്നെ കാണാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ ആരാ തീരുമാനിച്ചത്? ഉപ്പ എന്ന് പറഞ്ഞാലേ അതൊരു സ്ഥാന. കാരണോർ നടന്നാൽ പോരാ. ഞാൻ പറയും ഭക്ഷണം വിളമ്പാനായിട്ടില്ല, കാരണോർ സമ്മതം. ഓ ഭയങ്കര സ്ഥാനാട്ടോ ഈ കണ്ണൂർ കാരണന്മാർക്ക്. കാരണോർ യെസ് പറഞ്ഞാലേ ചോറ് വിളമ്പൂന്ന്. ആ സ്ഥാനായിട്ട് ഉപയോഗിക്കണം. മുട്ടിപ്പാട്ടും മറിക്ക് ഇങ്ങോട്ട് വാ, അങ്ങനെ നേരെ നിൽക്കണം കാരണന്മാർ. ഒരിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കല്ല കല്യാണപ്പുരയിൽ വേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹ രംഗത്തുള്ള ഏത് തകരാറും നമ്മൾ വിചാരിച്ചാൽ നിർത്താൻ കഴിയും. അതാ വന്നിട്ട് പല സ്ഥലത്തും വന്നില്ല, സ്ക്വാഡ് വന്നു, നാട്ടുകാരെ സ്ക്വാഡ്. ആരെങ്കിലും MDMA ഉപയോഗിക്കുകയാണെങ്കിൽ, എവിടെങ്കിലും മയക്കുമരുന്നുണ്ടെങ്കിൽ സ്ക്വാഡ്, എക്സൈസിന്റെ അല്ല പോലീസ്, നാട്ടുകാരെ സ്ക്വാഡ്. അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ മതസംഘം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കൂട്ടായ പല അഭിപ്രായ വ്യത്യാസവും സമുദായത്തിലുണ്ട്. പക്ഷെ ഇതിലൊക്കെ എന്താ അഭിപ്രായ വ്യത്യാസമുള്ളത്? നമ്മൾ ഒന്നിച്ച് സഹോദരങ്ങളെ ഈ വിപത്തിനെതിരെ നീങ്ങണം. ഞാൻ അവസാനിപ്പിക്കും സഹോദരങ്ങളെ, ഈ വിവാഹിതരാകുന്ന രണ്ടു പേർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ദുആയാണ്. മഹാന്മാരായ ബദരീങ്ങളെ സ്നേഹിക്കാത്തവർ മുസ്ലിങ്ങളല്ല. ബദരീങ്ങളെ സ്നേഹിക്കാത്ത ഇടം നരകമാണ്. കാരണം ബദരീങ്ങളുടെ നേതാവ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികൾ സ്വഹാബികളാണ്. ബദർ യുദ്ധത്തിന് പോകുമ്പോ 3 ഇരട്ടിയോളം വരുന്ന സൈന്യം അപ്പുറത്തുണ്ട്, ഇപ്പുറത്തെ റസൂലുള്ളാഹിയും ഏതാനും സഹാബികളും മാത്രം. അവർ കയ്യുയർത്തി ദുആ ചെയ്തു, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം. അപ്പോൾ വലിയ സൈന്യത്തെ നേരിടാൻ റസൂലുള്ളാഹിയും സഹാബത്തും ബദരീങ്ങൾ കയ്യിലെടുത്തത് ദുആയാണ്. ആ ദുആ നമുക്ക് ഇവിടെ പ്രയോഗിക്കണം. എന്താ? ഒന്ന്, നമ്മൾ ഇവിടെ വന്നത് ഈ വിവാഹിതരാകുന്ന ഇവർക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ. 2, നമ്മളൊക്കെ വന്നത് ദ്വാരക്കാനാണ്. എന്താ ദുആ? ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. എല്ലാവരും ദ്വാരക്കണം. എന്ത്? ബാറക്കല്ലാഹു ലക്കും, നിങ്ങൾക്ക് 2 പേർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, നിങ്ങളെ അള്ളാഹു ബറക്കത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ എന്നാണ്. ഇന്ന് ളുഹറിന് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും റസൂലിലേക്ക് ബറക്കത്തിന് വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അതെ, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് ബറക്കത്ത് കൊടുക്കണേ, അവിടുത്തെ അഹ്ലുകാർക്കും ബറക്കത്ത് കൊടുക്കണേ. ഇസ്ലാമിന്റെ പ്രത്യേകത മഹാന്മാരെ സ്നേഹിക്കുന്നത്, ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റു മതങ്ങളിൽ അവരുടെ മഹാന്മാരെ ആരാധിക്കും, പ്രാർത്ഥിക്കും. ഇസ്ലാമിൽ ഏറ്റവും നമ്മൾ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞു നമുക്ക് വെള്ളിയാഴ്ച വന്നാൽ അക്സിറു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ധാരാളമായി ചൊല്ലുക എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ വിവാഹം വരുമ്പോൾ ഒരു ചർച്ച, ഈ പടച്ചോന്റെ നിയമത്ത് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. നാഫിയയോടും യാസിറിനോടും പറയുന്നു, നിങ്ങളുടെ ഈ വിവാഹത്തിലൂടെ 2 കുടുംബക്കാരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദീനീ ജീവിതത്തിന്റെ പുരോഗതിയാണ്. അല്ലാഹു അവർക്കത് നൽകുമാറാകട്ടെ. സുബഹിക്ക് എഴുന്നേൽക്കാൻ യാസിർ മറന്നുപോയാൽ വിളിച്ചുണർത്തുന്ന നാഫിയെ തിരിച്ചോർമ്മിപ്പിക്കുന്ന യാസിറിനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇത് ക്ഷണികമായ ജീവിതമല്ലേ, പരലോകത്തും ഇവർ ഇണകളാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ 2 കുടുംബങ്ങളിലും രോഗം ബാധിച്ചത് കാരണത്താൽ ഈ സദസ്സിലെത്താൻ പറ്റാത്ത പലരുമുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ശിഫ നൽകണമേ. അല്ലാഹുവേ, ഈ 2 കുടുംബങ്ങളിലും പ്രധാനപ്പെട്ട പലരും മരണപ്പെട്ടു പോയി. അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വിവാഹ ദിവസം അവർ മുമ്പിൽ സന്തോഷത്തോടുകൂടി ഉണ്ടാകുമായിരുന്നു. അല്ലാഹുവേ, സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണമേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുവേ, നാഫിയക്കും യാസിറിനും അല്ലാഹുവേ നീ അവരുടെ മേൽ ബറക്കത്ത് ചൊരിയണമേ. ദീനീ ജീവിതത്തിൽ വർധനവ് കൊടുക്കണമേ. ഈ 2 കുടുംബങ്ങൾ തമ്മിൽ, ഈ 2 തറവാടുകൾ തമ്മിൽ അഭേദ്യമായ നല്ല ബന്ധമുണ്ടാകാൻ ഈ വിവാഹത്തെ നീ കാരണമാക്കണമേ. അല്ലാഹുവേ, ഇവരിൽ നിന്ന്
ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇവർക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഒട്ടേറെ പ്രയാസങ്ങൾ ഇവിടെ ഒത്തുചേരുമ്പോഴും അങ്ങ് ഫലസ്തീനിൽ ഒന്നൊത്തുചേരാൻ പോലും, ജുമയ്ക്ക് പോലും പങ്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ നരകിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ ആശ്വാസം കൊടുക്കണമേ, അവർക്ക് നീ ശാശ്വതമായ പരിഹാരം നൽകണമേ. അല്ലാഹുവേ, ഈ ഒത്തുചേർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വിശാലമാക്കി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.